ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വാട്ടർമെലൺ ഡ്രിങ്ക്, വാട്ടർമെലൺ ലെമനേഡ് ഉണ്ടാക്കാൻ പോവാം. അതിനായിട്ട് ഞാനൊരു ചെറിയ വാട്ടർമെലൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഇത് കട്ട് ചെയ്യുമ്പം 2 കപ്പ് കാണുമായിരിക്കും, നോക്കാം. അങ്ങനെ 2 കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3 കപ്പ് വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് വേണം. ലെമൺ ജ്യൂസ് ഞാൻ 2 ലെമൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് ലെമൺ ജ്യൂസ് വേണം. ഈ 2 കപ്പ് വാട്ടർമെലൺ. പിന്നെ ഒരു 1/4 ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ലെമൺ ആണെങ്കിലും കൂടുതൽ ആവശ്യം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ചെറിയ വാട്ടർമെലണ്. അത് കട്ട് ചെയ്ത് നോക്കട്ടെ എത്ര ഉണ്ടെന്ന് നോക്കണം. ആദ്യം അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഷുഗർ, ലെമൺ ജ്യൂസ്, വാട്ടർ. പിന്നെ ഒരു നിങ്ങൾക്ക് ബ്ലെൻഡറോ എന്താണെന്ന് വെച്ചാൽ എടുത്ത് വെക്കുക. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്തിട്ട് വരാം. ഇത് ഓൾറെഡി ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് തുടച്ചൊക്കെ എടുക്കുക, എന്നിട്ട് കട്ട് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ ആദ്യം നമുക്കിതിങ്ങനെ സെൻറ്ററിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം അതിൻ്റെ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് മാറ്റുക, എന്നിട്ട് അതിൻ്റെ ഈ അറ്റ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. തൊലി ഇങ്ങനെ പയ്യെ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് താഴോട്ട് ഇങ്ങനെ എടുത്താൽ വേഗത്തിലിത് തൊലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ആദ്യം ഹാഫ് ആക്കുക, പിന്നെ ഈ എൻഡ് അങ്ങ് കട്ട് ചെയ്ത് കളയുന്നിട്ട് നമുക്ക് ഇങ്ങനെ താഴോട്ടാക്കി ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് പോകും. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിതൂടെ കട്ട് ചെയ്യട്ടെ. ആദ്യം ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എൻഡ് അങ്ങ് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഇങ്ങനെ അങ്ങ് തൊലി എടുത്ത് കളയാം. അതുപോലെ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് നിങ്ങൾക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ തൊലിയെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. ഇവിടെ നല്ല അടിപൊളി സമ്മർ, അപ്പം സമ്മറിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് അല്ലേ വാട്ടർമെലൺ. ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനൊക്കെ പറ്റിയൊരു സാധനം ഇത്. പിന്നെ ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ബ്ലെൻഡറിലിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നിങ്ങളിത് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് ഇട്ടു. വാട്ടർമെലൺ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു ചെറിയ സ്ലൈസ് ആക്കുക. ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ സ്ലൈസ് ആക്കുക. ദെൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ക്യൂബ്സ് ആക്കി മാറ്റാം. എന്നിട്ട് നമുക്ക് ബ്ലെൻഡറിലിടാം. ഞാനിതൂടെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇതേപോലെ ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ലെമൺ സ്ക്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ലെമൺ സ്ക്യൂസർ ഉണ്ടെങ്കിൽ എനിക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പിഴിഞ്ഞെടുക്കുക. ലെമൺ ജ്യൂസ് എടുക്കുക. ഇതേപോലെ ഇങ്ങനെ നമുക്ക് ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഇടാം. ഇത് രണ്ടും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുക. വാട്ടർമെലൺ ലെമണിൽ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുക. വാട്ടർമെലൺ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു 3/4 കപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1/4 കപ്പ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി. ഞാൻ 2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതല്ല നിങ്ങൾക്ക് നല്ല പ്യുവറായിട്ടുള്ള വാട്ടർമെലനും ലെമൺ ജ്യൂസും ഒക്കെ ഇട്ട് കഴിക്കാനാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം. അതിന് കുറച്ച് വെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് വാട്ടർമെലൻ എടുക്കുക. മോർ ഷുഗർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം. പക്ഷേ ഇതാണ് വാട്ടർമെലൻ ലെമനേഡ് റെസിപ്പി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ബ്ലെൻഡർ എടുത്തിട്ട് നമ്മൾ കുറച്ച് വാട്ടർമെലൻ പീസിനകത്തിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വാട്ടർമെലൻ പീസ് ഇടുക. പിന്നെ കുറച്ച് എന്താ പറയുക, ലെമൺ ജ്യൂസ് ഇല്ലേ നമ്മളുണ്ടാക്കുന്ന ലെമൺ ജ്യൂസ് ഒഴിക്കുക. എനിക്കിത് ഒറ്റ ഇതായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ കുറച്ച് വാട്ടർമെലൻ ഇട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു. പിന്നെ കുറച്ച് ഷുഗർ അല്ലേ അതുകൂടെ ഇട്ടിട്ട് നമുക്ക് കുറച്ച്
ഞാനിത് ഐസ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വാട്ടർമെലൺ, ലെമൺ ജ്യൂസ്, ഷുഗർ ആൻഡ് ലിറ്റിൽ ബിറ്റ് വാട്ടർ. ഓക്കെ, ഇത്ര അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള നമുക്കിനി ഇപ്പം ഇനി ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇതിനകത്ത് കുറച്ചുകൂടി ഇത് ആഡ് ചെയ്ത്. ഓക്കെ, കുറച്ചുകൂടി ഇട്ടിപ്പം ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. നമുക്ക് ഇതിപ്പോൾ അത് ഞാൻ ഫുള്ള് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വാട്ടർമെലൺ ഫുള്ള് ഞാൻ അടിച്ചു. ഓക്കെ, ബ്ലെൻഡ് ചെയ്തു. 2 കപ്പ് വാട്ടർമെലൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ഷുഗർ ഇട്ടിട്ടുണ്ട്, മധുരം വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അത് മധുരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ 3/4 കപ്പ് ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടി ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഇനിയിപ്പം കപ്പിലോട്ടൊക്കെ ഒഴിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇത് അങ്ങനെ അടിപൊളിയായിട്ടുള്ള വാട്ടർമെലൺ ലെമണേഡ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുടിച്ചു നോക്കി, നന്നായിട്ടുണ്ട്. ഓക്കെ, ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനൊക്കെ പറ്റിയൊരു സാധനമാണ് വാട്ടർമെലൺ. ഓക്കെ, അപ്പം ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഓക്കെ, 2 കപ്പ് വാട്ടർമെലൺ ഉണ്ട്, ഇതിനകത്ത് 2 കപ്പ് ഐസ് വാട്ടർ. ഓക്കെ, ഐസ് ക്യൂബ്സ് ഒക്കെ നിങ്ങൾക്ക് ഇടാം, ക്രഷ്ഡ് ഐസ് ക്യൂബ്സ് ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഞാനൊരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്തതിനകത്ത് 3/4 ലെമൺ ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സമ്മറൊക്കെ നല്ല ചൂടാണ്, സമ്മറിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്ക് ഇതൊക്കെ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. See you next week. Bye.